അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു. അരി, പഞ്ചസാര, മറ്റ് പലവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് വലിയ തോതിലാണ് വില ഉയരുന്നത്. സാധാരണക്കാരുടെ ഉൾപ്പെടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചാണ് പലചരക്ക് സാധനങ്ങളുടെ വില കുതിക്കുന്നത്. അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലയാണ് വലിയ തോതിൽ വർദ്ധിക്കുന്നത്. എല്ലാത്തരം അരിക്കും 5 മുതൽ 10 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. അരിവില കൂടുന്നതനുസരിച്ച് ഹോട്ടൽ ഭക്ഷണ സാധനങ്ങൾ, പലഹാരങ്ങൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവയുടെയും വില വർദ്ധിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ചരക്ക് കൂലി കൂടിയതും അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ മഴക്കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണമായത്. മഴയും ജലസംഭരണികളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞതാണ് ഇതര സംസ്ഥാനങ്ങളിലെ നെൽകൃഷിയെ ബാധിച്ചത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഓണക്കാലത്ത് അരിവില ഇനിയും വർദ്ധിക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. പൊതുവിപണിയിൽ വില കൂടുമ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ പലപ്പോഴും ആവശ്യത്തിന് സബ്സിഡി അരി ലഭിക്കാത്തതും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. പൊന്നി അരിക്കാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചത്. 1 കിലോ പൊന്നിയരിയുടെ വില 50 രൂപയിൽ നിന്ന് 70 രൂപയോളമായി ഉയർന്നു. തമിഴ്നാട് കുറവ 35-ൽ നിന്ന് 40-ആയും ആന്ധ്ര കുറവ 40-ൽ നിന്ന് 42-ആയുമാണ് ഉയർന്നത്. ബംഗാൾ സ്വർണ്ണ 35.5 രൂപയിൽ നിന്ന് 37 രൂപയായി വർദ്ധിച്ചു. ജയ അരിക്ക് 4 രൂപ കൂടി 46 രൂപയായി. കോല അരി 61 രൂപയിൽ നിന്ന് 71-ആയും കൂടിയിട്ടുണ്ട്. ഈ വർഷത്തെ കാലാവസ്ഥ കണക്കിലെടുത്ത് അടുത്ത വർഷത്തേക്ക് കർഷകർ നെല്ല് സംഭരിച്ചു വയ്ക്കും. എന്നാൽ നിലവിൽ നെല്ല് സ്റ്റോക്ക് കുറവാണ്. അതും വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. ചരക്ക് കൂലിയും ലോറി വാടകയും ഗണ്യമായി വർദ്ധിച്ചു. അരിയുമായി വരുന്ന ട്രക്കിന് 3 മാസം മുമ്പ് നൽകിയതിനേക്കാൾ 10,000 മുതൽ 20,000 രൂപ വരെ നിലവിൽ മൊത്ത കച്ചവടക്കാർ വാടക നൽകേണ്ടി വരുന്നുണ്ട്. ആന്ധ്ര, തെലുങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതിയും കുറഞ്ഞു. അതുപോലെ ഓണച്ചന്തയിലേക്ക് സർക്കാർ നന്നായി അരി വാങ്ങുന്നുമുണ്ട്. ഇതും മാർക്കറ്റിൽ അരി ലഭ്യതയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. പലചരക്ക് സാധനങ്ങളിൽ ഉഴുന്നിനും പഞ്ചസാരയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ വില കൂടിയത്. 1 കിലോ ഉഴുന്നിന് 115 മുതൽ 130 വരെയാണ് വില. നേരത്തെ 90 രൂപ മുതൽ 105 രൂപ വരെയായിരുന്നു വില. പഞ്ചസാരയുടെ വില 42-ൽ നിന്ന് 50-ആയി. കിലോയ്ക്ക് 8 രൂപയുടെ വർധനവാണ് ഉണ്ടായിരുന്നത്. കടല, ചെറുപയർ എന്നിവയ്ക്കും വില വർധനവുണ്ട്. നാളികേരത്തിന് ക്ഷാമമുള്ളതിനാൽ വെളിച്ചെണ്ണയ്ക്കും ചെറിയ തോതിൽ വില കൂടിയിട്ടുണ്ട്. ആട്ട, മൈദ, റവ എന്നിവയ്ക്കും വില വർധനവുണ്ട്. അതോടൊപ്പം ബദാം, കാരക്ക എന്നിവയുടെ വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.